കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ ഫെബ്രുവരി ആദ്യവാരം ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണം മാർച്ചിൽ പൂർത്തിയാകുമെന്നും മന്ത്രി പി രാജീവ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണം മാർച്ചിൽ പൂർത്തിയാകും. പൊതുജനാരോഗ്യ രംഗത്ത് വൻ കുതിപ്പിലൊരുങ്ങി കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ കൊച്ചിൻ ക്യാൻസർ സെന്ററും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും നിർമ്മാണം അന്ത്യഘട്ടത്തിലാണ്. ക്യാൻസർ സെന്റർ നിർമ്മാണം പൂർത്തിയാക്കി ജനുവരി 30-ന് സർക്കാരിന് കൈമാറും. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ജനുവരി അവസാനവും നിർമ്മാണം പൂർത്തിയാക്കി കൈമാറും. ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ആദ്യവാരവും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മെയ് ആദ്യവാരവും ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലും ക്യാൻസർ സെന്ററിലും സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്യാൻസർ സെന്ററിന് വേണ്ടി ചെലവഴിക്കുന്നത് അവിടെ ഏകദേശം ഇപ്പോൾ 842 പുതിയ കിടക്കകൾ, പുതിയ ബെഡ് അവിടെ വരും. ഇത് കൂടാതെ നിലവിൽ 500 ബെഡ് ഉണ്ട്. അപ്പോൾ 1342 ബെഡ് വരും. അവിടെ മൊത്തത്തിൽ വരുന്നത് 8.64 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജായി അത് മാറി. 8.64 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ആ ബിൽഡിംഗ് വരുന്നത്. പുതിയ ബിൽഡിംഗ് മാത്രം, നിലവിലുള്ള ബിൽഡിംഗും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1342 ബെഡുള്ള ഏറ്റവും വലിയ ആശുപത്രിയായി മാറും. അപ്പോൾ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാവും. പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം, അതോടൊപ്പം തന്നെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഡോക്ടർമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ഡാറ്റ സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ, അങ്ങനെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും നമുക്ക് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാവുക. എറണാകുളത്തിന്റെ ഒരു പ്രത്യേകത, അത്യാധുനിക ആശുപത്രി സംവിധാനങ്ങൾ സ്വകാര്യ മേഖലയിൽ ഏറെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ വിദേശത്ത് ഉൾപ്പെടെ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്നവർക്കും വേണമെങ്കിൽ ഇങ്ങോട്ടും വരാം. ഈ സാധ്യതകളാകെ നമുക്കൊരു മെഡിക്കൽ സംവിധാനത്തിനകത്ത് ഏറെ സാധ്യത കേരളത്തിനുണ്ട്. മെഡിക്കൽ ടൂറിസം തന്നെ ഇപ്പോൾ ശക്തിപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു രോഗി അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. അപ്പോൾ കുടുംബസമേതം വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ മറ്റ് യാത്രകളും എല്ലാം അങ്ങനെ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു പൊതു സംവിധാനം നമ്മുടെ ഈ മേഖലയ്ക്കകത്ത് വരുമ്പോൾ അത് അത്തരം കാര്യങ്ങളെ കൂടി പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ മാറ്റം പൊതു ആരോഗ്യ സംവിധാനത്തിൽ കേരളത്തിന് സൃഷ്ടിക്കാൻ ഈ രണ്ട് സൗകര്യങ്ങളും സഹായകരമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്.